മമ്മൂക്ക ചിത്രമായ ബ്രഹ്മയുഗത്തിൻ്റെ അഡ്വാൻസ് ബുക്കിംഗ് കേരളത്തിൽ ചിലയിടങ്ങളിൽ രാവിലെ തന്നെ ആരംഭിച്ചു. എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു തിയേറ്ററാണ് തൃശ്ശൂർ രാഗം തിയേറ്റർ. അവിടെ ബ്രഹ്മയുഗം എന്ന സിനിമയുടെ അഡ്വാൻസ് ബുക്കിംഗ് എങ്ങനെ പോകുന്നു, അതോടൊപ്പം തന്നെ മികച്ച ഹൈപ്പുള്ള സിനിമയാണ് ബ്രഹ്മയുഗം. അത് ഈ ഒരു ചിത്രത്തിൻ്റെ അഡ്വാൻസ് ബുക്കിങ്ങിൻ്റെ കാര്യത്തിൽ വേഗത കൂട്ടുന്നുണ്ടോ എന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. അതിലേക്ക് വരാൻ അതിൻ്റെ മുന്നേ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്ന നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. മികച്ച ഹൈപ്പുള്ള മൂവിയുടെ അഡ്വാൻസ് ബുക്കിംഗ് ആരംഭിച്ചപ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്നാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തൃശ്ശൂർ രാഗം തിയേറ്ററിൽ കൃത്യം 10 മണിക്ക് തന്നെ രാവിലെ അഡ്വാൻസ് ബുക്കിംഗ് ആരംഭിച്ചു. ഇപ്പോൾ 11:30 മണിയാണ് സമയം. 1.5 മണിക്കൂർ കൊണ്ട് രാവിലെ 9:30 ഷോയുടെ ടിക്കറ്റ്സും അതോടൊപ്പം തന്നെ രാത്രി 9:30 ഷോയുടെ ടിക്കറ്റ്സും ഫാസ്റ്റ് ഫില്ലായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നിമിഷ നേരം കൊണ്ട് അവിടെ സോൾഡ് ഔട്ട് ആവും. തൃശ്ശൂർ രാഗം തിയേറ്റർ 100 സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള മൾട്ടിപ്ലക്സ് തിയേറ്റർ അല്ല, ഏകദേശം 750ഓളം സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള വലിയ തിയേറ്ററാണ്. അവിടെയാണ് ഞെട്ടിച്ചുകൊണ്ടുള്ള ഹെവി ബുക്കിംഗ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ ഉടനീളം ഇന്ന് ഈവനിങ് ആകുമ്പോഴത്തേന് അഡ്വാൻസ് ബുക്കിംഗ് കാര്യങ്ങളെല്ലാം ആരംഭിക്കും. എന്നാൽ സാധാരണ ഹൈപ്പുള്ള സിനിമകൾ തിയേറ്ററിൽ എത്തുന്ന സമയത്ത് ചിത്രത്തിൻ്റെ അണിയറ പ്രവർത്തകർക്ക് നല്ല രീതിയിലുള്ള ടെൻഷനും കാര്യങ്ങളെല്ലാം ഉണ്ടാവാറുണ്ട്. കാരണം ഈ ഒരു സിനിമയ്ക്ക് കൊടുത്ത ഹൈപ്പ് നെഗറ്റീവായി ബാധിക്കുമോ എന്നുള്ളത്. എന്നാൽ ബ്രഹ്മയുഗം എന്ന സിനിമയെക്കുറിച്ച് പറഞ്ഞു കേൾക്കുന്നത് സിനിമയ്ക്ക് എത്രത്തോളം ഹൈപ്പ് ഉണ്ടോ ആ ഒരു ഹൈപ്പിനോട് നീതി പുലർത്തുന്ന രീതിയിൽ സിനിമ നന്നായി വന്നിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇനി 15-ാം തീയതി രാവിലത്തെ 9:30 ഷോ കഴിഞ്ഞിട്ട് വരുന്ന ആ ഒരു റിപ്പോർട്ടുണ്ട്. അതിനുശേഷമാണ് തീരുമാനിക്കുക ഈ ഒരു സിനിമയുടെ സ്ഥാനം എവിടെയാണ് ബോക്സ് ഓഫീസ് വേട്ടയുടെ കാര്യത്തിൽ എന്ന്. എന്തായാലും ബോക്സ് ഓഫീസിന് ഈ ഒരു ചിത്രം പണിയാവുമോ ഇല്ലയോ എന്നതൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ മാത്രമേ പറയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. എന്നാൽ ഇപ്പോൾ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, മികച്ചൊരു ക്വാളിറ്റി ഉള്ള സിനിമ തന്നെയാണ് മലയാളത്തിൽ സംഭവിക്കാൻ വേണ്ടി പോകുന്നത്.